അങ്ങോട്ട് തുടങ്ങുന്ന തന്നെ നമ്മുടെ യാങ്ങിന്റെ പേരൻസിന്റെ ഫ്യൂണറൽ ചടങ്ങ് കാണിച്ചുകൊണ്ടാണ് അവിടെ റിലേറ്റീവ്സ് എല്ലാം സംസാരിക്കുന്നത് ഇവരെ ആര് ദത്തെടുക്കും എന്നായിരുന്നു. ആർക്കും അതിനൊട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ നമ്മളുടെ മിയോങ്ങിന്റെ ആന്റി ഇവിടേക്ക് വരും, അതായത് അമ്മയുടെ അനിയത്തി. അവര് ട്വിൻസ് ആണ്, അതുകൊണ്ട് തന്നെ അമ്മയുടെ അനിയത്തി അമ്മേനെ പോലെ തന്നെ ആയിരിക്കുന്നത്. ഇത് കാണുന്നേ നമ്മുടെ യാങ്ങിന് ഭയങ്കര സന്തോഷമാവും. എന്താന്ന് വെച്ചാൽ അവൾക്ക് ആന്റീനെ കാണുമ്പോൾ അവളുടെ അമ്മേനെ തന്നെ ഓർമ്മ വരുന്നത്. ഈ ആന്റി ആണെങ്കിൽ ഇവരെ എടുത്ത് വളർത്തിക്കോളാം എന്ന് പറയും. എല്ലാവരും ചോദിക്കും, നിങ്ങളുടെ കല്യാണം പോലും കഴിഞ്ഞിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ ഒരു റിസ്ക് ഏറ്റെടുക്കുന്നേ എന്ന്. എന്നാൽ അവരതൊന്നും മൈൻഡാക്കാൻ റെഡി ആവത്തില്ല. അവിടെ നമ്മളുടെ യാങ് വിചാരിക്കുന്നത് തന്നെ ഒരു നല്ല സംഭവം ഒരു ചീത്ത സംഭവത്തിന്റെ കൂടെ ആയിരിക്കും വരുന്നത് എന്ന്. അതേപോലെ തന്നെയാണ് ഇപ്പൊ പ്രസന്റ് ടൈമിലും അവൾ വിചാരിക്കും നമ്മുടെ മിയോങ് ആയിരുന്നാൽ കൂടി അവളുടെ മോശ സമയത്തല്ലേ ഒരു നല്ല മനുഷ്യനെ പോലെ എത്തിയത്, അതുകൊണ്ടാണ് അവൾ അവന്റെ അടുത്ത് അവളുടെ കൂടെ നിൽക്കുക എന്ന് ചോദിച്ചത്. ഇത് കേട്ട ഉടനെ തന്നെ നമ്മുടെ മിയോങ് ഓക്കെയും പറയും. ഇത് കേട്ടിട്ട് നമ്മുടെ യാങ് ഭയങ്കരമായിട്ട് അങ്ങ് ഷോക്കായിരുന്നു. എന്താന്ന് വെച്ചാൽ ഇത്ര എളുപ്പത്തിൽ അവൻ എങ്ങനെ ഓക്കെ പറയാൻ സാധിക്കുന്നു എന്ന് ആലോചിച്ചിട്ട്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് അവൾ വീട്ടിലായിട്ട് വാഷ്റൂം യൂസ് ചെയ്യുന്നതാണ്. അവിടെ നമ്മളുടെ യാങ് ആണെങ്കിൽ ഭയങ്കര നാണം കെട്ടിരിക്കുമായിരുന്നു. അവൾ വിചാരിക്കും എങ്കിലും എനിക്ക് അവൻ്റെ അടുത്ത് എങ്ങനെ ഇങ്ങനെ ചോദിക്കാൻ തോന്നിയത് എന്ന്. അവൻ്റെ അടുത്ത് എന്തായിരുന്നാലും പറയാം ഞാൻ അതൊന്നും മനസ്സിൽ വിചാരിച്ചിട്ട് പറഞ്ഞതല്ല എന്ന്. സത്യത്തിൽ അവൾ അത് പറയാൻ വേണ്ടിയിട്ട് വാതിൽ തുറക്കുന്നതും നേരെ വരുന്നത് നമ്മളുടെ മിയോങ്ങിന്റെ വീട്ടിലായിരുന്നു. അവനാണെങ്കിൽ നമ്മുടെ യാങ്ങിന്റെ വീട് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അവന്റെ വീട് ഇവളുടെ വീടിന്റെ വാതിലുമായിട്ട് ചേർത്ത് അഡ്ജസ്റ്റ് ആക്കി വെച്ചേക്കുവാണ്. ഇത് കാണുന്നത് നമ്മളുടെ യാങ് ഭയങ്കര ഷോക്കാവും. അവളാണെങ്കിൽ ആ വീട്ടിലുള്ള വലിയ വലിയ സംഭവങ്ങളൊക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ട് അവിടെ വന്നിരിക്കും. അവൾ യഥാർത്ഥത്തിൽ മിയോങ്ങിന്റെ അടുത്ത് എന്താണോ പറയാൻ ആഗ്രഹിച്ച അതുപോലും മറന്നു പോയിട്ടുണ്ട്. ഇവിടെയായിട്ട് മിയോങ് ആണെങ്കിൽ യാങ്ങിനെ നോക്കിയിട്ട് പറയും, നിനക്ക് യഥാർത്ഥത്തിൽ എന്നെ ഇഷ്ടമാണെന്നാ തോന്നുന്നത്. ഇത് കേൾക്കുന്നേ നമ്മളുടെ യാങ് പറയാൻ തുടങ്ങും, അങ്ങനെയൊന്നുമില്ല, ഞാൻ യഥാർത്ഥത്തിൽ നിന്റെ അടുത്ത് ഇവിടെ നിൽക്കാൻ പറഞ്ഞതിന്റെ റീസൺ തന്നെ എനിക്ക് ആരൊക്കെയാണോ നല്ലവരായിട്ട് തോന്നുന്നത് അവരെല്ലാവരും എന്നെ വിട്ടിട്ട് പോയിട്ടേ ഉള്ളൂ. നീയും എന്നെ വിട്ടിട്ട് പോവരുത് എന്ന് ആലോചിച്ചിട്ടാണ് നീ പോകുന്ന സമയത്ത് തന്നെ നീ എൻ്റെ കൂടെ നിൽക്കുവോ എന്ന് ചോദിച്ചത്. അല്ല, ഇവിടെ എത്ര റൂമാണുള്ളത്, എനിക്കിവിടെ കിടക്കാൻ സ്ഥലമുണ്ടോ, നീ ഏത് റൂമിലാണ് കിടക്കുന്നത്, നീ എപ്പോഴാണ് ഉറങ്ങുന്നത്? പെട്ടെന്ന് തന്നെ നമ്മളുടെ മിയോങ് പറയും, ഞാൻ ഉറങ്ങത്തില്ല, ഞാൻ ഇവിടെ തന്നെയാണ് ഇരിക്കുന്നത്, എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല, ഇവിടെ നിനക്ക് വേണ്ടിയിട്ട് ഒരു റൂമും ഇല്ല, നിനക്ക് എവിടെ വേണമെങ്കിലും കിടക്കാം എന്ന് പറയും. നമ്മുടെ യാങ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടെയുള്ള റൂമൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ആ റൂമിനകത്തല്ല നമ്മുടെ മിയോങ് തന്നെ ഇരിക്കുന്നത്. ഇത് കണ്ടിട്ട് യാങ് ഭയങ്കര ഷോക്കാവും. പെട്ടെന്ന് തന്നെ പുറത്തൊരു സൗണ്ട് കേൾക്കും, അവളുടെ അനിയൻ പുറത്ത് വന്നേക്കുക. വേഗം തന്നെ യാങ് വന്നിട്ട് അവനെ നോക്കുമ്പോൾ എന്തുവാ, അവനാണെങ്കിൽ ടെറസിന്റെ മുമ്പിലായിട്ട് ഇരുന്നിട്ട് ആന്റീനെ വീഡിയോ കോൾ ചെയ്യുവാണ്. പെട്ടെന്ന് തന്നെ യാങ് വന്നിട്ട് അവന്റെ കൂടെ ജോയിൻ ചെയ്യും. ആന്റി പറയും, എടാ മോനെ, നിന്റെ അക്കൗണ്ടിലോട്ട് ഞാൻ കുറച്ച് ക്യാഷ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ രണ്ടുപേരും കൂടി അത് പകുതി പകുതി എടുത്തിട്ട് രണ്ടുപേരും നല്ല സുഖമായിട്ട് ജീവിക്കുകയെന്ന്. ഇപ്പോഴും അവരുടെ ആന്റി ആണെങ്കിൽ ഇവരുടെ കാര്യത്തിൽ നല്ലതുപോലെ കെയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ യാങ് ചോദിക്കും, അല്ല ആ ഹാങ്ങിന് എന്താ സംഭവിച്ചത്, നീ അവന്റെ പുറകെ ഓടിപ്പോയതല്ലേ? അപ്പോൾ നമ്മളുടെ ഈ അനിയൻ പറയും, അവനാണെങ്കിൽ പോകുന്ന വഴി വെച്ചിട്ട് അവൻ്റെ ഒരു വണ്ടി ഇടിച്ചു, എന്തായിരുന്നാലും 2-3 ആഴ്ചത്തേക്ക് അവൻ ഇനി എഴുന്നേക്കത്തില്ല, നിനക്ക് എന്താ അവൻ്റെ അടുത്ത് ഇത്ര കെയറിങ്? ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നിന്റെ അടുത്ത് നല്ലതുപോലെ ബിഹേവ് ചെയ്യുന്നവരെല്ലാവരും നല്ലവരായിരിക്കണം എന്നില്ല എന്ന്. നിനക്ക് ആരെയാണോ ഇഷ്ടം നീ അവരെ ഡേറ്റ് ചെയ്തോ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കല്യാണം കഴിച്ചവന്മാരെ ഒന്നും ഡേറ്റ് ചെയ്യരുത്, എനിക്കറിയാം നിന്റെ കയ്യിൽ മിസ്റ്റേക്ക് ഒന്നും ഇല്ല എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഈ അനിയനാണെങ്കിൽ വീടിൻ്റെ അകത്തോട്ട് കയറും. പെട്ടെന്ന് തന്നെ നമ്മുടെ യാങ്ങിന് ഓർമ്മ വരും, അതായത് മിയോങ്ങിന്റെ വീടും അവളുടെ വീടും ഇപ്പോൾ കണക്റ്റഡ് അല്ലേ. പെട്ടെന്ന് തന്നെ അവൾ വന്ന് കയറി നോക്കുമ്പോൾ എന്തുവാ, അവളുടെ വീട് തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. പെട്ടെന്ന് തന്നെ അവളുടെ അനിയൻ ചോദിക്കും, അല്ല നിനക്ക് നേരത്തെ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്നല്ലേ പറഞ്ഞ, അവൻ എവിടെയാ? അപ്പം നമ്മളുടെ യാങ് പറയും, അവനൊക്കെ എപ്പോഴേ വീട്ടിൽ പോയി എന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ യാങ്ങിന്റെ റൂമിലായിട്ട് വന്ന് നോക്കുമ്പോൾ എന്തുവാ, മിയോങ് അവിടെ ഇങ്ങനെ കിടക്കുമായിരുന്നു. അതായത് അവൻ അവിടെ റിയാക്ട് ചെയ്യുന്നത് തന്നെ മിയോങ് നമ്മുടെ യാങ്ങിന്റെ ബോയ് ഫ്രണ്ട് ആണ് എന്നുള്ള രീതിക്കാ. പെട്ടെന്ന് തന്നെ നമ്മുടെ യാങ് ആണെങ്കിൽ അവിടെ പറയും, അതായത് മിയോങ് എന്റെ ബോയ് ഫ്രണ്ട് ഒന്നും അല്ല, ഞങ്ങൾ ജസ്റ്റ് ഡ്രാമ കളിച്ചതാ എന്ന്. ഉടനെ തന്നെ അവളുടെ അനിയൻ ചോദിക്കും, പിന്നെ അവൻ എന്താ ഈ വീട്ടിലെടുക്കുന്നേ എന്ന്. അവിടെയായിട്ട് നമ്മളുടെ ഈ ബ്രദർ ആണെങ്കിൽ പറയാൻ തുടങ്ങും, എന്തായിരുന്നാലും നമുക്കിവിടെ ഡ്രിങ്ക് ചെയ്യാം, ഡ്രിങ്ക് ചെയ്ത് കഴിയുമ്പോൾ എത്രയൊക്കെ ആയിരുന്നാലും ഒരാളുടെ യഥാർത്ഥ സ്വഭാവം എന്തോന്ന് മനസ്സിലാവും, അല്ലെങ്കിൽ നിന്നെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര റിച്ച് ആയിട്ടായിരിക്കുന്നത്, എൻ്റെ ഈ പാവപ്പെട്ട ചേച്ചിനെ നിനക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ ഈ അനിയൻ സംസാരിക്കും. അവരവിടെ ഡ്രിങ്ക് ചെയ്യാൻ തുടങ്ങും. അവിടെയായിട്ട് നമ്മളുടെ ഈ യാങ്ങിന്റെ അനിയനില്ലേ, അവൻ നല്ലതുപോലെ ഡ്രങ്കനായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മളുടെ മിയോങ് ആണെങ്കിൽ അവന്റെ മൈൻഡ് റീഡ് ചെയ്യും, അതായത് അവൻ ഭയങ്കര ഒറ്റയ്ക്കാ ഉള്ളത്, അവനാണെങ്കിൽ എല്ലാവരുടെയും മുമ്പിൽ ഒരു ഫേക്ക് ആയിട്ടുള്ള റിയാക്ഷനാണ് കൊടുക്കുന്നത് എന്നൊക്കെ. ഇത് നമ്മളുടെ മിയോങ് അവന്റെ മുഖത്തൂക്കി പറയുന്നതും ഇവനങ്ങ് ഫ്ലാറ്റ് ആവും. ഇവൻ പറയും, എൻ്റെ ചേച്ചിക്ക് നിങ്ങളെക്കാട്ടിയും വലിയ ഒരു ബോയ് ഫ്രണ്ടിനെ എനിക്ക് കിട്ടാനേ ഇല്ല എന്ന്. ഇവിടെ നമ്മളുടെ യാങ്ങിന്റെ അനിയന്റെ പേര് സിയോങ് എന്നാണ് കേട്ടോ. അപ്പൊ സിയോങ് അവിടെയാണെങ്കിൽ നമ്മുടെ മിയോങ്ങിനെ പൊക്കി ഒരുപാട് സംസാരിക്കും. എന്നിട്ട് നമ്മുടെ യാങ്ങിനെ പറ്റിയും പറയാൻ തുടങ്ങും.
എന്നിട്ട് നമ്മുടെ യാങ്ങിൻ്റെ അടുത്ത് പറയും നീ നിന്റെ ബോയ് ഫ്രണ്ടിനെ നല്ലതുപോലെ നോക്കണം. അതേപോലെ തന്നെ മിയോങ്ങിൻ്റെ അടുത്ത് പറയും എൻ്റെ ചേച്ചിനെ ഒരിക്കലും സങ്കടപ്പെടുത്താൻ ഇടയുണ്ടാക്കരുത് എന്നും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് അങ്ങ് പോകും. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ യാങ് ഭയങ്കര ഷോക്കായിരുന്നു. അവൾ അവിടെ മിയോങ്ങിൻ്റെ അടുത്ത് പറയും നീ ഇങ്ങനെ അനാവശ്യമായിട്ട് എല്ലാവരുടെയും മൈൻഡ് ഒന്നും വായിക്കാൻ പോകരുത് എന്ന്. അപ്പോൾ നമ്മുടെ മിയോങ് പറയും ഞാൻ ആരുടെയും മൈൻഡ് മനഃപൂർവ്വം വായിക്കുന്നതല്ല, അവർ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യം എനിക്ക് കേൾക്കുന്നതിൽ എനിക്കിപ്പോൾ എന്തോ ചെയ്യാൻ പറ്റും, അതെനിക്ക് കേട്ടല്ലേ പറ്റത്തുള്ളൂ. നമ്മുടെ യാങ്ങിന്റെ ബ്രദർ അവിടെ നിന്ന് പോകുന്ന സെക്കൻഡിൽ തന്നെ മിയോങ്ങിന്റെ വീടാണെങ്കിൽ അവളുടെ വീടുമായിട്ട് അറ്റാച്ച്ഡ് ആവും. അവിടെയായിട്ട് നമ്മുടെ മിയോങ് ചെന്നിരുന്നത് സിഗരറ്റ് വലിക്കാനായിട്ട് തുടങ്ങും. അവിടെ നമ്മുടെ യാങ് പറയും എന്റെ വീട്ടിൽ ഇരുന്നിട്ട് സിഗരറ്റ് വലിക്കാൻ പാടില്ല, എനിക്കത് ഇഷ്ടമല്ല. അവിടെയായിട്ട് മിയോങ് അവന്റെ വീട്ടിലായിട്ട് ചെന്നിരുന്നിട്ട് ബുക്കൊക്കെ വായിച്ച് ലൈറ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ യാങ് പറയും എനിക്ക് ഉറങ്ങണം, അതുകൊണ്ട് ലൈറ്റ് ഓഫ് ചെയ്തേ പറ്റത്തുള്ളൂ. ഇവിടെയായിട്ട് മിയോങ് പറയും ഞാൻ നിന്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞല്ലോ ഞാൻ ഉറങ്ങത്തൊന്നും ഇല്ല എന്ന്. അവിടെയായിട്ട് നമ്മുടെ യാങ് വയ്ക്കും നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നേ, നിനക്ക് എന്റെ ഫീലിങ്ങിനെ പറ്റി ഒട്ടും കൺസേൺ ഇല്ലേ? അവിടെയായിട്ട് നമ്മുടെ മിയോങ് പറയും എനിക്ക് ഫീലിംഗ് എന്ന് പറഞ്ഞൊരു സാധനമേ ഇല്ല, പിന്നെ നീ എന്തിനെ പറ്റി ഈ പറയുന്നേ? അവിടെയായിട്ട് നമ്മുടെ യാങ് പറയും ഓഹോ അങ്ങനെയാണോ, അപ്പൊ നീ ഇന്നലെ രാത്രി പറഞ്ഞതോ നിന്റെ എന്റെയും ചിന്തകൾ ഒരേപോലെയാണ്, ആ ഒരു ഫീലിംഗ് ഉള്ളതുകൊണ്ടാണ് നീ എന്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് വന്നത് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ മിയോങ് ഒന്ന് ആലോചിക്കും. അവിടെയായിട്ട് നമ്മുടെ യാങ്ങിന് ഉറക്കം വരാത്തത് കൊണ്ട് തന്നെ മിയോങ് അവന്റെ ആ ഒരു വീട്ടിലെ ലൈറ്റും അങ്ങ് ഓഫ് ചെയ്യും. അവിടെയായിട്ട് നമ്മുടെ യാങ് ഉറങ്ങുന്നതും അവൾക്കൊരു സ്വപ്നം കാണും. അതായത് അവൾ അവളുടെ ഫാമിലിയുടെ കൂടെ നല്ലൊരു ടൈം സ്പെൻഡ് ചെയ്യുന്നതും അതേപോലെ തന്നെ അവളുടെ അച്ഛനും അമ്മയും മരിച്ച ആ ടൈമിലുള്ള ഒരു ഫ്യൂണറൽ ചടങ്ങും. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മുടെ മിയോങ്ങിനെ പോലൊരാള് അവിടെ വന്നിരുന്ന് കരയുന്നത് നമ്മുടെ യാങ് കാണും. എന്നാൽ അവന്റെ ഫേസ് നല്ല വ്യക്തമാവത്തില്ല, എങ്കിലും നമ്മുടെ യാങ് നല്ല കൺഫ്യൂസ്ഡ് ആയിരുന്നു. അവള് പെട്ടെന്ന് തന്നെ ഉറക്കത്തിൽ നിന്ന് അങ്ങ് എഴുന്നേക്കും. അവിടെയായിട്ട് നമ്മുടെ മിയോങ് നിൽക്കുന്നത് കണ്ടിട്ട് യാങ് അവൻ്റെ അടുത്ത് ചോദിക്കും നീ ഇന്നലെ രാത്രി എൻ്റെ സ്വപ്നത്തിൽ വന്നായിരുന്നു എന്ന്. അപ്പോൾ മിയോങ് പറയും ഇല്ലല്ലോ, ഞാനിവിടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. മിയോങ് അവിടെ നമ്മുടെ യാങ്ങിന്റെ ആ മരിക്കുന്ന ദിവസത്തിന്റെ കാൽക്കുലേഷൻ എടുക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ യാങ് ആണെങ്കിൽ എഴുന്നേറ്റിട്ട് അവിടെയായിട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ എഴുതാൻ തുടങ്ങും. അതായത് അവൾക്ക് മിയോങ്ങിനും ഇടയിലായിട്ട് അവളാണെങ്കിൽ അവളുടെ വിഷിനെ പറ്റി എഴുതും, അതേപോലെ തന്നെ അവളുടെ ബ്രേസ്ലെറ്റ് ചാർജ് ചെയ്യുന്നതിനെ പറ്റി എഴുതും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യും. പെട്ടെന്ന് തന്നെ അവളാണെങ്കിൽ ചോദിക്കും ഒരു പക്ഷേ ഞാനാണെങ്കിൽ എൻ്റെ വിഷ് കംപ്ലീറ്റ് ആക്കിയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ആരെങ്കിലും മരിച്ചു പോകത്തില്ലേ? അല്ല ഈ വേൾഡ് അവസാനിച്ച് കഴിഞ്ഞാൽ പിന്നീട് ആരും ബാക്കി കാണത്തില്ലല്ലോ. പെട്ടെന്ന് തന്നെ നമ്മുടെ മിയോങ് പറയും ഉറപ്പായിട്ടുമാണ്, നീ അതൊക്കെ ആദ്യമേ ആലോചിക്കേണ്ടതായിരുന്നു. നിന്റെ ഈ വേൾഡിനകത്ത് നിന്റെ അനിയനും വരുമെന്ന്, നിനക്ക് നിന്റെ അനിയനെ തന്നെയല്ലേ ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇതൊക്കെ കേട്ടിട്ട് ദേഷ്യം വന്നിട്ട് നമ്മളെ യാങ് വേഗം തന്നെ ജോലിക്ക് പോകും. അവളങ്ങനെ അവളുടെ ഓഫീസിൽ വന്നിരുന്ന് വർക്ക് ചെയ്യുന്നത്. അവിടെയായിട്ട് അവളാണെങ്കിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ നോക്കും. പെട്ടെന്ന് തന്നെ അവളുടെ ലാപ്ടോപ്പിലായിട്ട് തനിയെ എഴുതി കാണിക്കാൻ തുടങ്ങും. അതായത് നിന്റെ വീട്ടിലെ ബോയിലർ ഓൺ ആണ്, അതുകൊണ്ട് തന്നെ എനിക്കത് ഓഫ് ചെയ്യാൻ അറിയത്തില്ല, എങ്ങനെയാണെന്ന് പറഞ്ഞു തരണേ എന്ന്. അവിടെയായിട്ട് നമ്മുടെ യാങ്ങിന്റെ ബോസ് വന്നിട്ടുണ്ടായിരുന്നു. അവരിത് കാണുന്നത് ഭയങ്കര ഷോക്കാവും, എന്നാൽ അവർക്കൊന്നും മനസ്സിലാവത്തില്ല. പെട്ടെന്ന് തന്നെ നമ്മുടെ യാങ് ആണെങ്കിൽ എന്തെങ്കിലും എക്സ്ക്യൂസ് പറഞ്ഞാൽ അവരെ അവിടെ നിന്നങ്ങ് കൊണ്ടുപോകും. അവൾ എന്നിട്ട് ATM മെഷീൻ്റെ അടുത്ത് വരാൻ നേരത്ത് അവിടെയും എഴുതി കാണിക്കുന്നുണ്ട് ബോയിലർ മെഷീൻ ഇതുവരെ ഓഫാക്കാൻ പറ്റിയിട്ടില്ല, ഇങ്ങനെ പോവുകയാണെങ്കിൽ വീട് കത്തി പോവുകയെന്ന്. ഇത് കേട്ടിട്ട് നമ്മളെ യാങ് പെട്ടെന്ന് തന്നെ അവിടേക്ക് ഓടി വരും. വീട്ടിൽ വന്ന് നോക്കുമ്പോൾ അവിടെയായിട്ട് നമ്മളുടെ മിയോങ് ഒരു നോട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് എനിക്കതിനെ യൂസ് ചെയ്യാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഞാൻ എൻ്റെ മാജിക്ക് യൂസ് ചെയ്തു അതിനെ അങ്ങ് ഓഫാക്കിയെന്ന്. ഇതൊക്കെ കേൾക്കുന്നതിന് നമ്മുടെ യാങ്ങിന് നല്ല ദേഷ്യം വരും. അതേസമയം തന്നെ അവൾക്കാണെങ്കിൽ ചാനിൻ്റെ അടുത്ത് നിന്ന് കോൾ വരും. അതായത് നീ ഒരു ഫ്യൂണലിൻ്റെ അടുത്ത് എന്നിട്ട് ഒരു ഓതറിനെ മീറ്റ് ചെയ്ത് സംസാരിക്കണം എന്ന്. അതേസമയം തന്നെ നമ്മുടെ ചാനാണെങ്കിൽ അവൻ്റെ ഒരു ക്ലയൻറ്റിനെ കാണാൻ വേണ്ടിയിട്ട് വന്നേക്കുമായിരുന്നു. ഈ ക്ലയൻറ്റിനാണെങ്കിൽ നമ്മുടെ ചാനിൻ്റെ കയ്യിൽ നിന്ന് അഡ്വൈസ് വേണം. ഇവൻ്റെ അഡ്വൈസ് കിട്ടിയിട്ട് വർക്ക് ചെയ്യുന്ന എല്ലാവരും നല്ലതുപോലെ വിജയിച്ചിട്ടേ ഉള്ളൂ. അവിടെയായിട്ട് ചാൻ പറയും അതിന് വേണ്ടിയിട്ട് എനിക്ക് നല്ല ക്യാഷ് തന്നാലേ പറ്റത്തുള്ളൂ എന്ന്. അതേസമയം തന്നെ വേറൊരു ക്യാരക്ടറിനെ കാണിക്കും. അവൻ്റെ പേര് ലീ എന്നാണ്. അവനാണെങ്കിൽ ഒരു കഫേ ഷോപ്പിന്റെ ഓണറാണ് കേട്ടോ. അവനാണെങ്കിൽ ഒരു കോള് വന്നിട്ട് പറയും നമ്മുടെ റീയൂണിയൻ നടക്കാൻ പോവുകയാണ്, അവിടെയായിട്ട് ജീനയും വരുന്നുണ്ട് എന്ന്. ഇത് കേൾക്കുന്നതും ആ ലീ ആണെങ്കിൽ അവിടെ പോവാൻ വേണ്ടിയിട്ട് റെഡിയാവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ മിയോങ് ആണെങ്കിൽ വീണ്ടും ഡോക്ടറിന്റെ ഗെറ്റപ്പിലായിട്ട് വന്നിട്ട് ഒരു ലേഡിയുടെ തന്നെ സംസാരിക്കുന്നതാ. അവിടെ നമ്മളുടെ മിയോങ് ആണെങ്കിൽ പറയുന്നതെല്ലാം നമ്മുടെ യാങ്ങിന്റെ അടുത്ത് ഡോക്ടർ എന്ത് കണ്ടീഷനാണോ പറഞ്ഞ സെയിം കാര്യമാണ്, നിങ്ങൾക്ക് ക്യാൻസർ ആണ് എന്നൊക്കെ. ഇത് കേൾക്കുന്നതും ആ ലേഡി ആണെങ്കിൽ പറയും ഡോക്ടറെ എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, ഞാൻ എന്ത് പൈസ വേണമെങ്കിലും തരാൻ റെഡിയാണ് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ മിയോങ് വിചാരിക്കും ഏതൊരാളും ഇങ്ങനെയല്ലേ റിയാക്ട് ചെയ്യുന്നത്, എങ്കിലും ആ യാങ് എന്തായിരിക്കും ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത്, അവൾ എന്താ ഭയങ്കര കാഷ്വൽ ആയിട്ടിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ മിയോങ് ആണെങ്കിൽ ഈ ലേഡീനെ അങ്ങ് ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് അവരുടെ മൈൻഡിലുള്ള ആ മെമ്മറി എല്ലാം അങ്ങ് എറൈസ് ആക്കി കളയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ യാങ് ആണെങ്കിൽ ആ ഫ്യൂണറൽ ചടങ്ങിനായിട്ട് വന്നിട്ട് ഒരു ഓതറിനെ കണ്ടിട്ട് അവൾ അഡ്വൈസ് ഒക്കെ കൊടുക്കുന്നതാണ്. അവൾ അവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നത് പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് കുറെ ആൾക്കാരൊക്കെ വന്നിരുന്ന് കരയുന്നതൊക്കെ കാണും. അതേസമയം തന്നെ ഒരു കൊച്ചു പെങ്കൊച്ചാണെങ്കിൽ അവിടെ വന്നിട്ട് നമ്മളുടെ യാങ്ങിനെ അങ്ങ് ഇടിക്കും. അത് വേറെ ആരുമല്ല നമ്മളുടെ ആ ഗോഡസ് പെങ്കൊച്ച് തന്നെയായിരുന്നു. പെട്ടെന്ന് തന്നെ യാങ്ങിനെ ആണെങ്കിൽ ഒരു കാര്യം ഓർമ്മ വരും. അതായത് അവളുടെ പേരൻസിന്റെ ഫ്യൂണറൽ ചടങ്ങിൽ നമ്മളുടെ മിയോങ് അവിടെ വന്നിരുന്ന് കരഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് അവൾക്ക് അവന്റെ ഫേസ് നല്ലതുപോലെ ഓർമ്മ വരും. അവൾ അങ്ങനെ ബസ് സ്റ്റോപ്പിലായിട്ട് വന്നിരുന്ന് അതിനെപ്പറ്റി ആലോചിക്കും. അവളുടെ അടുത്തായിട്ട് നമ്മളുടെ ഗോഡസും വന്നിരിക്കും. അവളാണെങ്കിൽ നമ്മുടെ യാങ്
യാങ്ങിനെ ഇങ്ങനെ നോക്കും. എന്നിട്ട് അവളുടെ കയ്യിലുള്ള ആ ബ്രേസ്ലെറ്റ് കണ്ടിട്ട് അത് തൊടാനായിട്ട് വരുന്നതും പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മുടെ മിയോങ് വന്ന് യാങ്ങിനെ അങ്ങ് വിളിക്കും. അവൾ വേഗം തന്നെ എഴുന്നേക്കും. ഇവിടെ നമ്മുടെ ആ ഗോഡസിനാണെങ്കിൽ മിയോങ് വന്നതുകൊണ്ട് തന്നെ ആ ബ്രേസ്ലെറ്റ് തൊടാൻ പറ്റത്തില്ല. അവിടെയായിട്ട് മിയോങ് പറയും, നീ വാ നമുക്ക് വീട്ടിൽ പോയി സംസാരിക്കാന്ന്. എന്നാൽ നമ്മുടെ യാങ് അതിന് റെഡി ആവത്തില്ല. അവൾ പറയും, എനിക്ക് നിന്റെ അടുത്തൊരു കാര്യം ചോദിക്കാനുണ്ട്. നീ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഫ്യൂണറൽ സമയത്ത് അവിടെയായിട്ട് വന്നിട്ടിരുന്ന് കരഞ്ഞായിരുന്നു, എന്തിനായിരുന്നു അത്? ഇത് കേൾക്കുന്നേ നമ്മളുടെ മിയോങ് പറയും, അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം വാന്നും പറഞ്ഞിട്ട് അവളെ വിളിക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഗോഡസ് ആണെങ്കിൽ രണ്ടുപേരെ നോക്കിയിട്ട് പറയും, ഓഹോ ഇപ്പൊ അഡൾട്ട്സും കരയാൻ തുടങ്ങിയല്ലേ. സത്യത്തിൽ ഗോഡസിന് നല്ല ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. അവൾ അവിടെ നിന്നങ്ങ് പോവും. നമ്മുടെ മിയോങ് അവളെ ഇങ്ങനെ തുറച്ചു നോക്കും. അവിടെയായിട്ട് യാങ് ആണെങ്കിൽ ഇവൻ്റെ അടുത്ത് വീണ്ടും ചോദിക്കും, നീ സത്യം പറ, നീ എന്തിനായിരുന്നു അവിടെ വന്നത്, എന്തായിരുന്നു അതിന്റെ റീസൺ? ഇത് കേൾക്കുന്നേ മിയോങ് പറയും, അത് ഞാനായിരുന്നില്ല എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന രണ്ടുപേരും അവരുടെ വീട്ടിൽ വരുന്നതാ. അവിടെ നമ്മളുടെ മിയോങ് ആണെങ്കിൽ അവന്റെ ആ സോഫയിലായിട്ട് കിടക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ യാങ് ചോദിക്കും, നീയല്ലേ പറഞ്ഞത് നീ ഉറങ്ങത്തുമില്ല കിടക്കത്തുമില്ല എന്ന്, പിന്നെ എന്തിനാ നീ ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഉടനെ തന്നെ നമ്മളുടെ മിയോങ് ആണെങ്കിൽ യാങ്ങിന്റെ അടുത്ത് പറയും, നീ വേഗം തന്നെ നിന്റെ ജോലി നിർത്തണം, വെറുതെ വീട്ടിലിരിക്കുക, എന്തിനാ നീ ഇങ്ങനെ വേസ്റ്റ് ആക്കുന്നത് ടൈം? ഉടനെ തന്നെ നമ്മുടെ യാങ് പറയും, എനിക്ക് പിന്നെ ഈ ഒരു 3 മാസം ജീവിക്കാൻ പൈസ വേണ്ടേ, അതിന് വേണ്ടിയിട്ട് എനിക്ക് വർക്ക് ചെയ്തല്ലേ പറ്റത്തുള്ളൂ. ഉടനെ തന്നെ മിയോങ് പറയാം, അങ്ങനെയാണെങ്കിൽ നിനക്ക് എൻ്റെ അടുത്ത് വിഷായിട്ട് കുറച്ച് പണം ചോദിച്ചാൽ പോരെ? അപ്പോൾ നമ്മുടെ യാങ് പറയും, അങ്ങനെ എൻ്റെ ഒരു വിഷിനെ പാഴാക്കാൻ ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. ഇവിടെയായിട്ട് നമ്മുടെ മിയോങ് പറയുന്നതെന്ന് വെച്ചാൽ, നിന്റെ കയ്യിലുള്ള ആ ബ്രേസ്ലെറ്റ് നീ അങ്ങനെ പുറത്ത് ആരെയും കാണിക്കാൻ പാടില്ല, അത് നിന്റെ ഒരു വീക്ക്നെസ് ആയിട്ട് മാറാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ യാങ് ചോദിക്കും, അല്ല നിനക്കിന്ന് എൻ്റെ അടുത്ത് ഭയങ്കര ചിന്തയാണല്ലോ, എന്ത് പറ്റി? നിനക്കിനി എൻ്റെ അടുത്ത് വല്ല ഫീലിങ്സും ഉണ്ടോ? ഉടനെ എന്നെ മിയോങ് പറയും, എനിക്ക് യഥാർത്ഥത്തിൽ ഫീലിങ്സ് എന്തുവാന്ന് പോലും അറിയത്തില്ല. അങ്ങനെയുള്ളപ്പോൾ ഞാൻ എങ്ങനെയാ പറയുന്നത് എനിക്ക് യഥാർത്ഥത്തിൽ എന്താണ് തോന്നുന്നത് എന്ന്? ഞാനൊരു മനുഷ്യനല്ല, അപ്പോൾ എനിക്ക് ഫീലിങ്സ് തോന്നാറേ ഇല്ല. അവിടെയായിട്ട് നമ്മുടെ യാങ് ആണെങ്കിൽ വേഗം തന്നെ മിയോങ്ങിന്റെ അടുത്ത് വന്നിട്ട് അവന്റെ കൈ പിടിക്കും. എന്തിനാന്ന് വെച്ചാൽ അവളുടെ ആ ബ്രേസ്ലെറ്റ് ചാർജ് ആക്കാൻ വേണ്ടിയിട്ട്. അവിടെയായിട്ട് അവള് വീണ്ടും ചോദിക്കും, അല്ല നീ ഉറങ്ങുവാണോ? എങ്കിലും നീ എന്തിനായിരിക്കും ആ ഫ്യൂണറലിന്റെ അടുത്ത് വന്നിരുന്നിട്ട് കരയാൻ തുടങ്ങിയത്? ഞാനും നിന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു, നീ പക്ഷെ എന്നെ കണ്ടു കാണത്തില്ല. ഇവിടെയായിട്ട് നമ്മുടെ മിയോങ് പറയും, ഞാനിവിടെ ഉറങ്ങുവല്ല, ഞാൻ കണ്ണടച്ചിരിക്കുവാണ്. നീ ഉറങ്ങുന്ന സമയത്ത് പോലും എനിക്ക് ഉറക്കം വരാറേ ഇല്ല, അതുകൊണ്ട് നീ മനസ്സിലാക്കണം ഞാൻ ഭയങ്കര ഡേഞ്ചറസ് ആണ് എന്ന്. ആ ഫ്യൂണറൽ ഹാളിൽ ഉണ്ടായിരുന്ന ആളെന്ന് വെച്ചാൽ വേറെ ആരുമല്ല, എൻ്റെ അമ്മേനെ പോലെയായിരുന്നു. ഇത്രയും കേൾക്കുന്നത് നമ്മളുടെ യാങ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് അങ്ങ് പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ നമ്മളുടെ മിയോങ് ആണെങ്കിൽ കാറിലായിട്ട് വന്നിരിക്കുന്ന അവിടെയായിട്ട് നമ്മുടെ ഗോഡസ് വരുന്നതാണ്. ഗോഡസ് ആണെങ്കിൽ ചോദിക്കും, അല്ല എനിക്ക് നല്ല ആഗ്രഹമുണ്ട്, നീ എന്തിനാണ് അന്ന് കരഞ്ഞത് എന്നറിയാൻ വേണ്ടിയിട്ട്. ഞാൻ മരിച്ചാലും നീ ഇതേപോലെ തന്നെ കരയുമായിരിക്കും അല്ലേ? ഇത് കേൾക്കുന്നത് നമ്മളുടെ മിയോങ് പറയാം, അങ്ങനെയൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് ടോപ്പിക്ക് ഡീവിയേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നോക്കും. ഉടനെ തന്നെ നമ്മുടെ ഈ ഗോഡസ് പറയും, എനിക്കാണെങ്കിൽ ആ പെങ്കൊച്ചിനെ അങ്ങോട്ട് അത്ര ഇഷ്ടപ്പെടുന്നില്ല. ഉടനെ എന്നെ മിയോങ് പറയും, നിങ്ങൾ എന്തിനാ അവളുടെ കാര്യത്തിൽ ഇത്ര കൺസേൺഡ് ആവുന്നേ? അവളല്ലെങ്കിലും കുറച്ച് നാളത്തേക്കുള്ളൊരു അതിഥിയല്ലേ, അവളെ അങ്ങനെ വിട്ടൂടെ? ഉടനെ തന്നെ നമ്മുടെ ഈ ഗോഡസ് പറയും, നിങ്ങൾ രണ്ടുപേരും ഭയങ്കര ക്ലോസ് ആയി, അതുകൊണ്ടാണ് എനിക്ക് ഇത്രയ്ക്ക് ഇഷ്യൂ. നിന്റെ അടുത്ത് ഇതുവരെ ഒരു മനുഷ്യന് ഇത്ര ഇടപഴകിയിട്ടില്ലല്ലോ, അതാണ് എൻ്റെ പ്രശ്നം എന്ന് പറയും. ഇത്രയും പറഞ്ഞിട്ട് ആ ഗോഡസ് അവിടെ നിന്നങ്ങ് പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ യാങ് ആണെങ്കിൽ ഓഫീസിലായിട്ട് വരാൻ നേരത്ത് ആ ഓതർ ആണെങ്കിൽ ഇവക്ക് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ പേപ്പറിനകത്ത് ആ ഒരു നോവലൊക്കെ എഴുതി കൊടുത്തേക്കുന്നതാ. ഇത് കാണുന്നേ നമ്മുടെ യാങ്ങിന് ഭയങ്കര ദേഷ്യം വരും. എന്താന്ന് വെച്ചാൽ ഇത് നല്ല പാടുള്ളൊരു ജോലിയാണല്ലോ. അതേസമയം തന്നെ അവൾ നോക്കാൻ നേരത്ത് അവളുടെ കമ്പനിയുടെ മാനേജർ തന്നെ മാറിയിട്ടുണ്ട്. അത് വേറെ ആരുമല്ല, നമ്മുടെ മിയോങ് ഇപ്പൊ വന്നിരിക്കുന്നത്. ഇത് കാണുന്നേ യാങ് ഭയങ്കര ഷോക്കായിട്ട് അവള് വന്ന് മിയോങ്ങിന്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങും. എന്നിട്ട് ചോദിക്കും, നീ എന്ത് പരിപാടിയെ കാണിച്ചത്? നിന്നേക്കാരൻ ഈ കമ്പനി നശിച്ചു പോകാനുള്ള ചാൻസസ് എല്ലാം ഉണ്ട് എന്ന്. ഇവിടെയായിട്ട് മിയോങ് പറയും, നീയല്ലേ എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവണോ എന്ന്? അത് തന്നെ ഞാനും ചെയ്തത്. ഇത് കേൾക്കുന്നേ യാങ് ചോദിക്കും, ഇന്നലെ ഞാൻ നീ കരഞ്ഞതിന്റെ പേരിൽ കളിയാക്കിയതുകൊണ്ടാണോ നീ ഇങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് റിവഞ്ച് എടുക്കുന്നത്? ഇതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ കിടന്ന് ബേളം വെക്കാൻ തുടങ്ങും. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മുടെ ചാൻ വരും. ഉടനെ തന്നെ നമ്മുടെ യാങ് ആണെങ്കിൽ പറയും, എനിക്ക് ഇവിടെ മാനേജറിൻ്റെ അടുത്ത് കുറച്ച് സംസാരിക്കാനുണ്ട്, നീ ആണെങ്കിൽ വേഗം പോയി ആ ജീനേനെ ഒന്ന് കാണുമോ, അവൾക്ക് നിന്റെ അഡ്വൈസിന്റെ ആവശ്യമുണ്ട് എന്ന്. അങ്ങനെ നമ്മുടെ ചാൻ നേരെ വരുന്നത് ജീനയെ കാണാൻ വേണ്ടിയിട്ടാ. എന്നിട്ട് അവർക്ക് അഡ്വൈസ് ഒക്കെ പറഞ്ഞു കൊടുക്കും. അതേസമയം തന്നെ നമ്മളുടെ മിയോങ്ങിനെ യാങ്ങിനെ കാണിക്കും. ഇവിടെ ആണെങ്കിൽ നമ്മളുടെ യാങ് ആണെങ്കിൽ നല്ലതുപോലെ ടൈപ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഉടനെ തന്നെ മിയോങ് ചോദിക്കും, നീ 3 മാസത്തിനുള്ളിൽ മരിച്ചു പോകത്തില്ലേ, പിന്നെ എന്തിനാ നീ ഇത്ര കട്ടിയായിട്ട് പണിയൊക്കെ എടുക്കുന്നത്? ഉടനെ തന്നെ നമ്മുടെ യാങ് പറയും, അങ്ങനെയാണെങ്കിൽ നീ എൻ്റെ ജോലി എടുക്കുക, എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല. അവിടെ നമ്മളുടെ മിയോങ് പറയും, എനിക്ക് യഥാർത്ഥത്തിൽ ടൈപ്പ് ചെയ്യാനും അറിയത്തില്ല. അവിടെയായിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ യാങ്ങിന് ഓർമ്മ വരും, അതായത് അവൾ ആ ഫ്യൂണറൽ ഹാളിൽ വെച്ച് ആ പെങ്കൊച്ചിനെ തന്നെയാണ് ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ടും കണ്ടത് എന്ന്. അവൾ അതിനെപ്പറ്റി പറയും. ഇത് കേൾക്കുന്നേ
നമ്മുടെ മിയോങ് ഭയങ്കര ഷോക്കായിട്ട് വേഗം തന്നെ അവനാണെങ്കിൽ ഗോഡസിനെ കാണാൻ വേണ്ടിയിട്ട് വരും. എന്നിട്ട് ചോദിക്കും, നീ എന്തിനാ അങ്ങനെ കാണിച്ചത്, എന്തിനാ അവളെ മീറ്റ് ചെയ്തിട്ട് അവളുടെ അടുത്ത് ക്ലോസ് ആവാൻ വേണ്ടിയിട്ട് നോക്കിയത് എന്ന്. ഉടനെ തന്നെ ഗോഡസ് ആണെങ്കിൽ പറയും, ഞാൻ വേറൊന്നും ചെയ്തില്ല, അവക്കാണെങ്കിൽ പഴയ മെമ്മറീസ് ഒന്ന് ഓർമ്മപ്പെടുത്തിയത് മാത്രമേ ഉള്ളൂ. എനിക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അവൾ നിന്റെ അടുത്ത് ഭയങ്കര ക്ലോസ് ആവുന്നത്. അവളുടെ കാര്യത്തിൽ നീ ഇപ്പോൾ ഭയങ്കര കൺസേൺഡ് ആണല്ലോ, അവളെ പറ്റി ടെൻഷനുണ്ട്, അവളെ കാരണം നീ ചിരിക്കുന്നുണ്ട്, എന്തൊക്കെയായി സംഭവിക്കുന്നേ, ഇങ്ങനെ പോവുകയാണെങ്കിൽ നീ അവളെ മരിക്കാൻ വേണ്ടിയിട്ട് സമ്മതിക്കുമോ? അപ്പോൾ നമ്മളുടെ മിയോങ് പറയും, മരിക്കുക എന്നുള്ളത് അവളുടെ തലയിൽ വരച്ചിരിക്കുന്ന ഒരു സംഭവമല്ലേ, അതിനെ ഒരിക്കലും എനിക്ക് മാറ്റാൻ പറ്റത്തില്ലല്ലോ. അവിടെയായിട്ട് നമ്മളുടെ ഈ ഗോഡസ് ചോദിക്കും, നിനക്ക് മാറ്റാൻ പറ്റത്തില്ലേ, നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. എനിക്ക് യഥാർത്ഥത്തിൽ ടെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളെ കാരണം മരിക്കാൻ പോകുന്ന ആളിനെ പറ്റി ആലോചിച്ചിട്ടാണ്, എനിക്കതിൽ നല്ല കൺസേൺ ഉണ്ട് എന്നൊക്കെ നമ്മളുടെ ഗോഡസ് പറയും. അതേസമയം തന്നെ നമ്മളുടെ യാങ്ങിനെ കാണിക്കും. അവളാണെങ്കിൽ ഇപ്പോൾ വീട്ടിൽ വരാൻ നേരത്ത് അവിടുത്തെ ആ ഒരു ടെറസിന്റെ മുകളിലായിട്ട് നമ്മളുടെ മിയോങ് നിൽക്കുമായിരുന്നു. അവിടെയായിട്ട് അവനാണെങ്കിൽ നമ്മളുടെ യാങ്ങിൻ്റെ അടുത്ത് പറയും, എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാൻ ആ ഫ്യൂണറലിൽ വന്നപ്പോൾ എല്ലാവരും അവിടെ കരയുമായിരുന്നു, എന്നാൽ ഒരാൾ മാത്രം കരയുന്നേ ഉണ്ടായിരുന്നില്ല, പകരം ചിരിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. അത് വേറെ ആരുമല്ല, അത് നീ തന്നെയായിരുന്നു. എനിക്ക് നിന്നെ കണ്ടിട്ടാണ് ഭയങ്കര സങ്കടം വന്നത്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവിടെ നിന്ന് കരഞ്ഞതും. ഇത് കേൾക്കുന്നേ നമ്മളുടെ യാങ് ഭയങ്കര ഷോക്കാവും. അവിടെ അവൾ വന്നത് തന്നെ നമ്മളുടെ മിയോങ്ങിനെ കൊണ്ട് അവളുടെ ആ ഒരു ബ്രേസ്ലെറ്റ് ചാർജ് ആക്കിക്കാൻ വേണ്ടിയിട്ടാണ്. അവൾ അതിന് വേണ്ടിയിട്ട് കൈ നീട്ടുന്നതും മിയോങ് പറയും, ഇനി ഞാൻ ഒരിക്കലും നിന്റെ ബ്രേസ്ലെറ്റ് ചാർജ് ആക്കി തരത്തില്ല, എനിക്ക് നിന്റെ അടുത്ത് ഒരു കൺസേണും ഇല്ല, ഒരു ഫീലിങ്സും ഇല്ല. എന്തായിരുന്നാലും ഞാൻ നിന്നെ ഇനി ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും സഹായിക്കാനും പോകുന്നില്ല. അവിടെയായിട്ട് നമ്മുടെ യാങ്ങിന് നല്ല പെയിൻ വരാൻ തുടങ്ങും. അവൾ അവിടെയായിട്ട് മിയോങ്ങിന് നേരെ കൈ നീട്ടും. എന്നാൽ നമ്മുടെ മിയോങ് പറയും, ഞാൻ നിന്റെ കൈ പിടിക്കത്തില്ല, എന്താ നിന്റെ അവസാനത്തെ വിഷ് ഇതാണോ, ഞാൻ നിന്റെ കൈ പിടിക്കണോ എന്ന്. അവിടെയായിട്ട് നമ്മളുടെ യാങ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അവളുടെ കൈ അങ്ങ് എടുത്ത് മാറ്റും. യാങ്ങിന് നല്ല വേദന എടുക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന മിയോങ്ങിന് അവസാനം സഹിക്കാൻ പറ്റാഞ്ഞ തോൽവി സമ്മതിച്ച് നമ്മളുടെ യാങ്ങിന്റെ കയ്യിൽ കയറി അങ്ങ് പിടിക്കും. അങ്ങനെ അവളുടെ വേദനയൊക്കെ മാറും. അവിടെയായിട്ട് നമ്മുടെ മിയോങ് പറയും, ഞാനൊരു മനുഷ്യനല്ല, എനിക്ക് ഫീലിങ്സ് ഒട്ടും തന്നെ ഇല്ല, അതുകൊണ്ട് നീ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിച്ചു കൂട്ടാനേ പാടില്ല. ഇവിടെയായിട്ട് നമ്മളുടെ യാങ് എഴുന്നേറ്റ് എന്നിട്ട് പറയും, എനിക്കിപ്പോൾ നിന്റെ കാര്യത്തിൽ നല്ലതുപോലെ പിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഉടനെ തന്നെ നമ്മുടെ മിയോങ് പറയും, പിറ്റി എൻ്റെ അടുത്തല്ല നിനക്ക് ഫീൽ ചെയ്യേണ്ടത്, നിനക്ക് സ്വന്തമായിട്ട് തന്നെയാണ്. എന്നെ കാണാൻ നിനക്ക് വേദനകൾ മാത്രമേ ഉണ്ടാവാൻ പോകുന്നുള്ളൂ. അവസാനം നീ ഈ വേദനയെല്ലാം സഹിച്ച് കഴിച്ച് സ്വന്തമായിട്ട് ഈ ലോകത്തിനെ തന്നെ ഇല്ലാണ്ടാക്കാനായിരിക്കും പറയാൻ പോകുന്നത്. എന്നെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്റെ കയ്യിൽ ഈ ഒരു മാർഗം മാത്രമേ ഉണ്ടാവത്തുള്ളൂ. പെട്ടെന്ന് തന്നെ നമ്മുടെ യാങ് ആണെങ്കിൽ അവളുടെ ആ ടെറസിന്റെ ആ തിട്ടയുടെ മുകളിലായിട്ട് കയറി എന്നിട്ട് സൂയിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചാടാനായിട്ട് ഒരുങ്ങും. പെട്ടെന്ന് തന്നെ നമ്മുടെ മിയോങ് അവളുടെ കയ്യിലായിട്ട് കയറി പിടിച്ച് അവളെ അങ്ങ് രക്ഷിക്കും. ഉടനെ തന്നെ നമ്മുടെ യാങ് പറയും, എനിക്ക് നന്നായിട്ടറിയാം നീ എന്നെ രക്ഷിക്കാൻ വരുമായിരുന്നു എന്ന്. എനിക്കിപ്പോൾ മനസ്സിലായി നിനക്ക് നിന്റെ ഉള്ളിലായിട്ട് ഫീലിങ്സ് ഒന്നും തന്നെ ഇല്ല എന്ന്. എങ്കിൽ എൻ്റെ ഉള്ളിലായിട്ട് ഫീലിങ്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു കാര്യം തീരുമാനിച്ചു, ഞാൻ നിന്നെ ഇഷ്ടം പോലെ സ്നേഹിക്കും. അതിൻ്റെ പേരിൽ നിനക്കാണെങ്കിൽ ഒരു നഷ്ടവും ഇല്ലാണ്ട് നിനക്ക് ജയിക്കാനും പറ്റും. ഇതൊക്കെ കേട്ടിട്ട് നമ്മളുടെ മിയോങ് ഭയങ്കര ഷോക്കാവും. അവനാണെങ്കിൽ അവളുടെ അടുത്ത് പറയും, നീ പറഞ്ഞത് ശരിയാണ് എന്നും പറഞ്ഞിട്ട് നമ്മുടെ യാങ്ങിനെ അവൻ്റെ ക്ലോസ് ആയിട്ട് പിടിച്ചെടുത്തിട്ട് അവളുടെ അടുത്ത് പറയും, ഈ ലോകത്തിനെ എനിക്ക് വേണ്ടിയിട്ട് നശിപ്പിക്കാൻ തയ്യാറാവുന്ന അത്രയും രീതിയിൽ നീ എന്നെ സ്നേഹിക്കണം, അതിന് നിന്നെ കൊണ്ട് സാധിക്കുമോ എന്നവൻ ചോദിക്കും. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് നമ്മുടെ യാങ് ആണെങ്കിൽ മിയോങ്ങിന്റെ വീട്ടിലായിട്ട് അവൾ കിടക്കാൻ വേണ്ടിയിട്ട് ഷീറ്റ് വിരിക്കുന്നതാണ്. അതേസമയം തന്നെ മിയോങ്ങിന്റെ അടുത്ത് അവളുടെ കൂടെ വന്ന് കിടക്കാൻ പറയും. അവൾ പറയും, എനിക്കറിയാം നിനക്ക് ഉറക്കം വരത്തില്ല എന്ന്, എങ്കിലും എൻ്റെ കൂടെ ഉറങ്ങുന്ന പോലെ പ്രിറ്റൻഡെങ്കിലും ചെയ്തൂടെ. ഉടനെ എന്നെ മിയോങ് പറയും, നിനക്ക് ഇങ്ങനെയൊന്നും എൻ്റെ അടുത്ത് ഇഷ്ടം പിടിച്ചു പറ്റാൻ പറ്റത്തില്ല, ഇതൊന്നും ശരിയല്ല എന്ന്. അഥവാ ഞാനവിടെ വന്ന് കിടന്നിട്ട് നിന്നെ എന്തെങ്കിലും ചെയ്താലോ? അപ്പോൾ നമ്മുടെ യാങ് പറയും, എനിക്ക് അങ്ങനെയുള്ള ഒരു പേടിയും ഇല്ല എന്ന്. അവസാനം നമ്മുടെ മിയോങ് ആണെങ്കിൽ യാങ്ങിനെയും കൊണ്ട് റൂമിലായിട്ട് വരും. രണ്ടുപേരും അവിടെ ഒരുമിച്ച് കിടക്കും. ഇവിടെ നമ്മുടെ മിയോങ്ങിന് ഉറക്കം വരാത്തത് കൊണ്ട് തന്നെ യാങ് ഉറങ്ങുന്നത് അവൻ നല്ല പീസ്ഫുൾ ആയിട്ട് ലവ്ലി ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കും. അവൻ ഇവളെ തൊടാൻ വേണ്ടിയിട്ട് വരും. പെട്ടെന്ന് തന്നെ ഗോഡസ് പറഞ്ഞ കാര്യം ഓർമ്മ വരുന്നത്, അതായത് നമ്മുടെ ഈ യാങ് കാരണം ഇവൻ ഒരുപാട് ചേഞ്ച് ആവുന്നുണ്ട്, നിനക്ക് അവിടെ അടുത്ത് ഫീലിങ്സ് വന്നു തുടങ്ങി എന്ന്. അതുകൊണ്ട് തന്നെ അവൻ കൈയെടുത്തങ്ങ് മാറ്റും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ മിയോങ് ആണെങ്കിൽ റോഡിൽ കൂടി നടക്കാൻ നേരത്ത് ആൾക്കാരെല്ലാം മൈൻഡ് റീഡ് ചെയ്യുന്നതാ. എല്ലാവരും ഭയങ്കര ടെൻഷനിലായിരുന്നു. അപ്പോൾ നമ്മളുടെ മിയോങ് വിചാരിക്കും, എല്ലാവർക്കും അവരവരുടെ കാര്യം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ എൻ്റെ ആ ഒരു സ്നേഹം ആരും തന്നെ അർഹിക്കുന്നില്ല എന്നവൻ വിചാരിക്കും. പെട്ടെന്ന് തന്നെ ഒരു ലേഡി വന്നിട്ട് നമ്മുടെ മിയോങ്ങിൻ്റെ കയ്യിൽ ഒരു ലെറ്റർ കൊടുത്തിട്ട് പറയും, ഈ ലോകം വേഗം തന്നെ അവസാനിക്കാൻ പോവുക എന്ന്. ഈ ലേഡി ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ റീസൺ തന്നെ ഇപ്പോൾ നല്ലത് ചെയ്തു കഴിഞ്ഞാൽ അടുത്ത ജന്മത്തിൽ അവർക്ക് നല്ലൊരു ലൈഫ് കിട്ടുമെന്നും വെച്ചിട്ടാണ്. ഇവിടെ നമ്മളുടെ മിയോങ് അവരെ പറഞ്ഞ് മനസ്സിലാക്കും, ഈ ഒരു ലോകം അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നീട് അടുത്തൊരു ലോകം തന്നെ ഉണ്ടാവത്തില്ല, എന്താന്ന് വെച്ചാൽ ദൈവം ഉണ്ടെങ്കിലല്ലേ അടുത്തൊരു ലോകം ഉണ്ടാവത്തുള്ളൂ എന്നവൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. അതിനുശേഷം കാണിക്കുന്ന നമ്മുടെ യാങ്
അങ്ങനെയാണ്. അവളാണെങ്കിൽ ഇപ്പോൾ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ എങ്ങനെ ഒരാളുമായിട്ട് ഇഷ്ടത്തിലാവാം, ഇഷ്ടമായി കഴിഞ്ഞാൽ ഉള്ള സിംറ്റംസ് എന്തൊക്കെയാണെന്നാണ്. അതിലൊരുപാട് സ്റ്റോറീസ് ഉണ്ടായിരുന്നു. അതിനകത്തുള്ള ഒരു സ്റ്റോറി എഴുതിയിരിക്കുന്നത് തന്നെ നമ്മുടെ യാങ്ങിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ജീനയാണ്. പെട്ടെന്ന് തന്നെ യാങ് ആണെങ്കിൽ ജീനയെ വിളിച്ചവളെ കാണാൻ വേണ്ടിയിട്ട് ചെല്ലും. എന്നിട്ട് അവളുടെ അടുത്ത് ഇതിനെ പറ്റിയിട്ടുള്ള ഡൗട്ടൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മുടെ ജീന ചോദിക്കും, നീ ആരുമായിട്ട് ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നത്? അവിടെ നമ്മുടെ യാങ് ആണെങ്കിൽ മിയോങ്ങിൻ്റെ പേര് പറയാനേ റെഡി ആവത്തില്ല. അപ്പം നമ്മുടെ യാങ് പറയും, എനിക്ക് അവൻ്റെ അടുത്ത് ഇഷ്ടമൊന്നുമില്ല, പകരം എനിക്ക് അവനെ ഇഷ്ടപ്പെട്ടേ പറ്റത്തുള്ളൂ. ഇത് കേൾക്കുന്നത് നമ്മളുടെ ജീന പറയും, ഓഹോ അപ്പോൾ നീ പ്ലാനിങ് നടത്തുവാണല്ലേ. യഥാർത്ഥത്തിൽ പ്രണയം എന്ന് പറഞ്ഞാൽ അതൊരു സൂപ്പർ സാധനം തന്നെയാണ്. ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കാൻ നേരത്ത് ഇങ്ങനെ വരാന്തയിൽ കൂടി നടക്കാൻ നേരത്ത് ലീയുടെ മണം അടിച്ചിട്ടാണ് എനിക്ക് അവൻ്റെ അടുത്ത് ഫസ്റ്റിലെ തന്നെ ഇഷ്ടം തോന്നിയത്. ഇത് കേൾക്കുന്ന യാങ് പറയും, അപ്പം ഞാനും അതിന് വേണ്ടിയിട്ട് ഓൾറെഡി മൊമെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണോ? എൻ്റെ കയ്യിൽ അതിന് വേണ്ടിയിട്ട് സമയമില്ലല്ലോ. ഇവിടെയായിട്ട് നമ്മുടെ ജീന അഡ്വൈസ് ചെയ്യുന്നത് തന്നെ നീ അവനുമായിട്ട് ഡേറ്റിന് പോ. അപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ ഒരു കണക്ഷൻ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടാനുള്ള ചാൻസസ് ഉണ്ട്. എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് അവൻ്റെ ഫോട്ടോസ് കണ്ടിട്ട് കിടന്നുറങ്ങണം. അവൻ നിൻ്റെ സ്വപ്നത്തിൽ വരുവാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമാവും. ഇവിടെയായിട്ട് നമ്മുടെ ജീന പറയും, യഥാർത്ഥത്തിൽ നമ്മൾ രണ്ടുപേരും കണ്ടുമുട്ടിയതും അങ്ങനെ ഒരു ഇൻസിഡൻറ്റിലല്ലായിരുന്നോ? നീ ആണെങ്കിൽ നമ്മളൊരു ട്രിപ്പ് പോയപ്പോൾ അവിടെ മതിൽ ചാടുന്ന കണ്ടിട്ടില്ലേ നിൻ്റെ അടുത്ത് ഞാൻ വന്ന് പരിചയപ്പെട്ടത്? അന്ന് നമ്മൾ രണ്ടുപേരും ഡ്രിങ്ക് ചെയ്തതിൻ്റെ പേരിലാണ് ഞാൻ എൻ്റെ ഫീലിങ്സ് എല്ലാവരുടെയും മുമ്പിലായിട്ട് വന്ന് ലീഡെടുത്ത് കൺഫസ് ചെയ്തത്. ഇതൊക്കെ കേൾക്കുന്നത് നമ്മുടെ യാങ് പറയും, അതൊക്കെ നിന്നെ സംബന്ധിച്ച് ഭയങ്കര നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. കാര്യം നീ അത്രയ്ക്കും ടാലൻറ്റഡ് അല്ലേ, എന്നാൽ എന്നെ കൊണ്ട് അതിനൊന്നും പറ്റത്തില്ല. ഇവിടെയായിട്ട് നമ്മളുടെ ജീന പറയും, എങ്കിൽ എനിക്ക് നല്ല സങ്കടമുള്ളൊരു കാര്യമുണ്ട്. ഞാൻ ഇതുവരെ ലീനെ കിസ് പോലും ചെയ്തിട്ടില്ല. എന്നാൽ ഞാൻ ആദ്യമായിട്ട് കിസ് ചെയ്ത ആളിനെ ഇന്നലെ മീറ്റ് ചെയ്യുകയും ചെയ്തു. ഇത് കേൾക്കുന്ന യാങ് ചോദിക്കും, അത് ആരാ എന്ന്. അപ്പം നമ്മളുടെ ജീന പറയും, വേറെ ആരുമല്ല, നിന്റെ കൂടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആ ചാനില്ലേ, അയാൾ തന്നെ. അയാൾ എന്നെ ഇന്നലെ മീറ്റ് ചെയ്യാൻ വന്നായിരുന്നു. ഇതൊക്കെ കേട്ട് നമ്മളുടെ യാങ് ഭയങ്കരമായിട്ടങ്ങ് ഷോക്കായി പോവും. ജീന അവളുടെ അടുത്ത് നമ്മുടെ യാങ് ആരെയാ സ്നേഹിക്കാൻ പോകുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ യാങ് പറയും, അതെല്ലാം നിന്റെ അടുത്ത് ഞാൻ തുറന്നു പറയാം, ഒരു 3 മാസം കഴിയട്ടെ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ യാങ് ആണെങ്കിൽ ഓഫീസിലായിട്ട് വന്നിട്ട് ചാനിനെ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ. അപ്പോഴത്തേക്ക് അവൻ ചോദിക്കും, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് എൻ്റെ അടുത്ത് ചോദിക്കുകയെന്ന്. അവിടെ നമ്മളുടെ യാങ് ആണെങ്കിൽ ചോദിക്കും, നിനക്ക് ആരെങ്കിലും ഇഷ്ടമുണ്ടായിരുന്നോ? അല്ല, നിനക്ക് വെറുപ്പുള്ള ആരെങ്കിലും നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും. അവിടെ നമ്മളുടെ ചാൻ പറയും, എനിക്കിതുവരെ പ്രണയമൊന്നും തോന്നിയിട്ടില്ല, പക്ഷെ എനിക്ക് പിറ്റി തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് വെറുപ്പ് തോന്നിയിട്ടുള്ള ഒരാളിനെ ഞാൻ കിസ് ചെയ്തായിരുന്നു. ഇത് കേൾക്കുന്നേ നമ്മുടെ യാങ് ചോദിക്കും, അതെന്തിനാ അങ്ങനെ ചെയ്തേ? അപ്പോൾ അവൻ പറയാം, അവളുടെ അടുത്ത് എന്തോ സഹതാപം തോന്നിയിട്ടാ ഞാൻ അങ്ങനെ ചെയ്തത് എന്ന്. ഇത് കേട്ട് നമ്മുടെ യാങ് ഭയങ്കരമായിട്ടങ്ങ് ഞെട്ടിപ്പോവും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ ഈ ചാനാണെങ്കിൽ ലിഫ്റ്റിലായിട്ട് വന്ന് കയറുന്നേ. അവിടെയായിട്ട് ലിയോ ഉണ്ടായിരുന്നു. അവിടെ നമുക്ക് മനസ്സിലാവും ഇവർ രണ്ടുപേരും ബെസ്റ്റ് ഫ്രണ്ട്സാ എന്ന്. അവിടെയായിട്ട് നമ്മുടെ ഈ ലീവ് പറയും, എൻ്റെ ഒരു സ്കൂൾ റീയൂണിയൻ നടക്കുന്നുണ്ട്, അവിടെയായിട്ട് എനിക്ക് പോകണം, ഞാൻ നിന്റെ കാറൊന്ന് കടവായിട്ട് എടുത്തോട്ടെ. ഇത് കേൾക്കുന്നേ നമ്മളുടെ ചാനാണെങ്കിൽ ഓക്കെ പറയും. അവൻ ചോദിക്കും, അവിടെ നിന്റെ ഫസ്റ്റ് ലവും വരുന്നുണ്ടോ എന്ന്. അപ്പോൾ നമ്മളുടെ ലീവ് പറയും, പിന്നെ ഇല്ലേ, ഉറപ്പായിട്ടും ഉണ്ടെന്ന് പറയട്ടെ. അവനാണെങ്കിൽ നമ്മളുടെ ഈ ജീനയുടെ ഫോട്ടോ എടുത്ത് കാണിക്കും. ഇത് കാണുന്നേ നമ്മളുടെ ചാൻ വിചാരിക്കും, ഓഹോ അപ്പോൾ ഇപ്പോഴും അവൾ തന്നെയാണല്ലേ നിന്റെ ലവ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ യാങ് ആണെങ്കിൽ മെട്രോയിലായിട്ട് ട്രാവൽ ചെയ്യുന്നത്. അതിൽ നല്ല ആൾക്കാരുണ്ടായിരുന്നു. അവിടെ നമ്മുടെ യാങ് വീഴാൻ വേണ്ടിയിട്ട് പോകുന്നതും പെട്ടെന്ന് തന്നെ നമ്മളുടെ മിയോങ് അവിടെ വന്നിട്ട് അവളുടെ കയ്യിൽ കയറി പിടിക്കും. എന്നിട്ട് പറയും, ഞാൻ നിനക്ക് വീട് വരെ കമ്പനി തരാം എന്ന്. അങ്ങനെ അവർ രണ്ടുപേരും വീട്ടിലോട്ട് ഒരുമിച്ച് നടന്നു വരും. അവിടെയായിട്ട് നമ്മുടെ മിയോങ് പറയും, ഞാനിന്ന് ഒരുപാട് ആൾക്കാരുടെ മൈൻഡ് റീഡ് ചെയ്തായിരുന്നു, എല്ലാവരും അവരവരുടെ കാര്യം മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരും തന്നെ എൻ്റെ ഇഷ്ടത്തിന് അർഹരായിട്ടുള്ളവരല്ല. നീ ഒരു കാര്യം ചെയ്യണം, നീ എന്നെ പ്രേമിക്കുമ്പോൾ അടിമുടി പ്രേമിക്കണം. അതായത് നീ എനിക്ക് വേണ്ടിയിട്ട് എന്തും ത്യാഗം ചെയ്യാൻ റെഡിയാവുന്ന രീതിയിൽ. എന്നാൽ മാത്രമേ നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. ഇത് കേൾക്കുന്നത് നമ്മളുടെ യാങ് ആണെങ്കിൽ ഒന്നും പറയാണ്ട് വേഗം തന്നെ അവളുടെ വീട്ടിലായിട്ട് അങ്ങ് പോകും. അത് കഴിഞ്ഞ് അവൾ അവിടെ വന്നിരുന്ന് TV കാണുന്നതും അവിടെയായിട്ട് നമ്മുടെ മിയോങ് യാങ്ങിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. അവൻ ചോദിക്കും, നീ എന്തോ ചെയ്യുക എന്ന്. അവിടെ നമ്മുടെ മിയോങ് പറയും, ഞാനിപ്പോൾ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ് എങ്ങനെ നമുക്കൊരു മൃഗത്തിൻ്റെ അടുത്ത് ഇഷ്ടം തോന്നാമെന്ന്. എന്തൊക്കെയായിരുന്നാലും ഇഷ്ടം തോന്നാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടല്ലോ. ഇത് കേൾക്കുന്നത് നമ്മുടെ മിയോങ് ചോദിക്കും, നീ എന്നെ ആദ്യമായിട്ട് കണ്ടപ്പോൾ എൻ്റെ മുഖത്ത് നോക്കി നീ എന്തുവാ പറഞ്ഞത്, നീ അതൊക്കെ അങ്ങ് മറന്നുപോയോ? ഇത് കേൾക്കുന്നത് നമ്മളുടെ യാങ് ആണെങ്കിൽ ഒന്നും മിണ്ടത്തില്ല. അവൾ യഥാർത്ഥത്തിൽ മിയോങ്ങിനെ കളിയാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവളാണെങ്കിൽ ചോദിക്കും, നീ മുമ്പ് നിന്റെ ഡ്രീമിലായിട്ട് എന്നെ കൊണ്ടുപോയിട്ടില്ലായിരുന്നോ? അതേപോലെ വീണ്ടും എന്നെ ഒന്ന് ഡ്രീമിലായിട്ട് കൊണ്ടുപോകൂടെ? പെട്ടെന്ന് തന്നെ നമ്മളുടെ മിയോങ് ആണെങ്കിൽ യാങ്ങുമായിട്ട് അവളുടെ ഡ്രീമിലായിട്ട് എൻ്റർ ആവും. അവിടെ ബീച്ചിൻ്റെ അടുത്ത് നിൽക്കുമായിരുന്നു. ഉടനെ തന്നെ നമ്മളുടെ യാങ് പറയാൻ തുടങ്ങും, എൻ്റെ ഫ്രണ്ട് പറഞ്ഞായിരുന്നു ഞാനാണെങ്കിൽ നിന്നെ ഡ്രീമിലായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എനിക്ക് നിൻ്റെ അടുത്ത് ഇഷ്ടം തോന്നും എന്ന്. അപ്പോൾ നമ്മളുടെ മിയോങ് പറയും, ഇത് നിൻ്റെ സബ് കോൺഷ്യസ് മൈൻഡാണ്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. അങ്ങനെ നമ്മളുടെ മിയോങ് ആണെങ്കിൽ ഇവളുടെ സബ് കോൺഷ്യസ്
മൈൻഡ് വഴി അവളുടെ സ്കൂൾ ടൈമിലോട്ട് കൊണ്ടുപോകും. അവിടെയായിട്ട് നമ്മുടെ മിയോങ് ഉണ്ടായിരുന്നു. അവൻ ഇവളുടെ ഒരു ക്ലാസ്മേറ്റിനെ പോലെ ആക്ട് ചെയ്യുന്നത്. അവിടെയായിട്ട് ഇവരാണെങ്കിൽ ഫ്രണ്ട്ലി ആയിട്ട് ലവ് ചെയ്യുന്നത് പോലെയൊക്കെ ആക്ട് ചെയ്യാൻ തുടങ്ങും. എങ്കിലും നമ്മുടെ യാങ്ങിന് അവൻ്റെ അടുത്ത് ഇഷ്ടമൊന്നും തോന്നത്തില്ല. അവളവിടെ പറയും, ഒരാളുടെ അടുത്ത് ഇഷ്ടം തോന്നണം എന്നുണ്ടെങ്കിൽ ആദ്യം അവരുടെ ലോകം എന്തോന്ന് തിരിച്ചറിയണം. ഇവിടെയായിട്ട് നമ്മുടെ മിയോങ്ങിൻ്റെ അടുത്ത് അവൻ്റെ ലോകം കാണിക്കാൻ വേണ്ടിയിട്ട് പറയും. അങ്ങനെ അവൻ വേഗം തന്നെ നമ്മുടെ യാങ്ങിനെയും കൊണ്ട് അവൻ്റെ ലോകത്തിലോട്ട് പോകും. അവിടെ ചെല്ലുമ്പോൾ അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമായിരുന്നു. ഒരുപാട് പൂക്കളൊക്കെ നിറഞ്ഞ ഒരു ഗാർഡൻ പോലത്തെ സ്ഥലം. എന്നാൽ നമ്മളുടെ മിയോങ് ആണെങ്കിൽ നടന്നു വരാൻ നേരത്ത് അവിടെയുള്ള എല്ലാ സംഭവങ്ങളും നശിച്ചു പോകുന്നത് കാണും. ഇത് കണ്ട് നമ്മുടെ യാങ് ഭയങ്കരമായിട്ടങ്ങ് ഞെട്ടിപ്പോവും. അവൾക്ക് അവൻ്റെ അടുത്ത് സഹതാപം തോന്നും. അവളാണെങ്കിൽ വിചാരിക്കും, ഇത്രയും വലിയൊരു ലോകത്തിൽ നീ എന്തൊറ്റപ്പെട്ടവനാ എന്ന്. അങ്ങനെ അവൾ അവൻ്റെ അടുത്തോട്ട് നടന്നു വരും. അവിടെ നടന്നു വരുന്ന സ്ഥലത്തെല്ലാം പൂക്കളെല്ലാം നല്ലതുപോലെ വിരിയുന്നുണ്ടായിരുന്നു. അവൾ വന്നിട്ട് നമ്മളുടെ മിയോങ്ങിൻ്റെ കയ്യിലായിട്ട് പിടിക്കും. എന്നാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ മിയോങ് ആണെങ്കിൽ വേഗം തന്നെ അവൻ്റെ കൈ അങ്ങ് എടുത്ത് മാറ്റും. അപ്പോൾ നമ്മളുടെ യാങ് ആണെങ്കിൽ വേഗം തന്നെ അവളുടെ ഉറക്കത്തീന്ന് എഴുന്നേക്കും. അവൾ അങ്ങനെ അവിടെ ഇരുന്ന് TV കാണാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പോൾ നമ്മളുടെ മിയോങ് ചോദിക്കും, നിനക്ക് ജോലിക്ക് പോകണ്ടേ എന്ന്. അപ്പോൾ നമ്മളുടെ യാങ് പറയുന്നത് തന്നെ, ഇന്ന് അവധിയാണ്, ഞാനതുകൊണ്ട് ഇന്ന് പോകുന്നില്ല എന്ന്. കൂട്ടത്തിൽ തന്നെ നമ്മളുടെ യാങ് ആണെങ്കിൽ മിയോങ്ങിൻ്റെ അടുത്ത് പറയും, ഞാൻ നിനക്ക് മാപ്പ് തന്നിരിക്കുന്നു. പ്രണയത്തിനെക്കാട്ടിയും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അയാൾക്ക് മാപ്പ് കൊടുക്കുക എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് മിയോങ് നേരെ നമ്മുടെ ഗോഡസിനെ കാണാൻ വേണ്ടിയിട്ട് വരും. എന്നിട്ട് പറയും, എനിക്ക് മാപ്പ് തരാൻ അവൾ ആരാ, എൻ്റെ അടുത്ത് എന്തിനാ അവൾ അങ്ങനെ പറഞ്ഞത്. ഉടനെ തന്നെ നമ്മുടെ ഗോഡസ് പറയും, ദേഷ്യമുള്ളിടത്ത് മാത്രമേ മാപ്പ് കൊടുക്കുന്നതിനെ പറ്റി സംസാരിക്കാൻ പറ്റൂ. പ്രണയം ഒരു പക്ഷേ ദേഷ്യത്തിൽ നിന്നും ഉണ്ടാവാം എന്നവർ പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ യാങ്ങിൻ്റെ അനിയനാണെങ്കിൽ അവളുടെ അടുത്ത് വന്നിട്ട് ക്യാഷ് ചോദിക്കുന്നതാ. ഉടനെ തന്നെ നമ്മുടെ യാങ് ആണെങ്കിൽ അവൻ്റെ അടുത്ത് പറയും, നീ എപ്പോഴാണ് നല്ലതുപോലൊരു ജോലി എടുക്കുന്നത്, ഞാൻ അങ്ങനെ മരിച്ചു പോയി കഴിഞ്ഞാൽ നീ എന്തോ ചെയ്യൂ എന്ന്. ഇത് കേൾക്കുന്ന അവളുടെ അനിയൻ പറയും, ഓക്കെ, എനിക്ക് നിൻ്റെ പൈസയൊന്നും വേണ്ട, ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് അവൻ അങ്ങ് പോവും. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മുടെ മിയോങ് വന്നിട്ട് യാങ്ങിൻ്റെ അടുത്ത് ചോദിക്കും, ഞാനിപ്പോൾ നിങ്ങൾ പറഞ്ഞ എല്ലാം കേട്ടു, ഞാൻ നിൻ്റെ അനിയനെ കൊന്നു കഴിഞ്ഞാൽ നിനക്ക് എൻ്റെ അടുത്ത് മാപ്പ് തരാൻ പറ്റുമോ. ഇത് കേൾക്കുന്നത് നമ്മളുടെ യാങ് ആണെങ്കിൽ പറയാൻ തുടങ്ങുക, ഒരു പക്ഷേ നിനക്ക് മരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ അങ്ങനെ ആയിരുന്നെങ്കിൽ നിനക്ക് മനസ്സിലാവുമായിരുന്നു എനിക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് എന്ന്. അപ്പോഴും തന്നെ നമ്മുടെ മിയോങ് യാങ്ങിനെയും കൊണ്ടൊരു കാട്ടിലായിട്ട് വരും. എന്നിട്ട് അവിടെയാണെങ്കിൽ ഒരു ഗണ്ണെടുത്തിട്ട് അവൻ സ്വന്തമായിട്ട് ഷൂട്ട് ചെയ്യാൻ നോക്കും. എന്നാൽ അത് ഷൂട്ടാവത്തതേ ഇല്ല. പെട്ടെന്ന് തന്നെ അവനാണെങ്കിൽ ആ ഗണ്ണ് കാണിച്ചിട്ട് പറയും, എനിക്ക് സ്വന്തമായിട്ട് എന്നെ കൊല്ലാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ എന്നേ മരിച്ചു പോയാനെ, ഒരിക്കലും അതിന് സാധിക്കത്തില്ല. പെട്ടെന്ന് തന്നെ നമ്മളുടെ യാങ് അവൻ്റെ അടുത്ത് പറയും, നിന്നെ ഞാൻ ഇത്രയ്ക്കും വലിയൊരു വിഷമത്തിലാക്കും, നീ പിന്നീട് ഒരിക്കലും ജീവിക്കാൻ ആഗ്രഹിക്കത്തതേ ഇല്ല. പെട്ടെന്ന് തന്നെ നമ്മളുടെ മിയോങ് പറയും, നിനക്ക് ഉറപ്പായിട്ട് അത് ട്രൈ ചെയ്ത് നോക്കാം, ഞാൻ അതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നങ്ങ് പോകും. പോകുന്ന വഴിയിൽ വെച്ചിട്ട് നമ്മളുടെ മിയോങ് പറയും, എല്ലാവരെയും പോലെ തന്നെ നിനക്ക് ഒരു മാറ്റവും ഇല്ലാന്നും പറഞ്ഞിട്ട് അവൻ പോകുന്നത് തന്നെ നേരെ ഒരു കോടതിയിലായിട്ടാണ്. അവിടെയാണെങ്കിൽ ഒരു മർഡർ ചെയ്ത ആളിൻ്റെ കോടതിയിലുള്ള വിധി നടക്കുമായിരുന്നു. അവിടെയായിട്ട് നമ്മുടെ മിയോങ്ങിനെ കാണുന്ന ഇയാൾക്ക് നല്ല ദേഷ്യം വരും. ഇയാൾക്ക് ജീവപര്യന്തം കൊടുക്കുന്നത്. പെട്ടെന്ന് തന്നെ അയാൾ പറയും, എന്നെ അങ്ങ് കൊന്നു കളഞ്ഞൂടെ എന്ന്. അവിടെയായിട്ട് ഇയാൾ ഭയങ്കരമായിട്ട് ബഹളമൊക്കെ വയ്ക്കും. അതേസമയം തന്നെ നമ്മുടെ യാങ്ങിന് കോള് വരും, അതായത് അവളുടെ അനിയന് ആക്സിഡൻ്റ് ആയി എന്ന്. അവൾ വേഗം തന്നെ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് ഹോസ്പിറ്റലിൽ വന്ന് നോക്കുമ്പോൾ എന്തോ ഇവനവിടെ പ്രാങ്ക് ചെയ്തെയാണ്, ഇവന് പൈസ കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടിട്ട് നമ്മുടെ യാങ് വേഗം തന്നെ അവിടുന്ന് ദേഷിച്ചങ്ങ് പോകും. അതേസമയം തന്നെ നമ്മളുടെ യാങ്ങിൻ്റെ അനിയൻ ഇവളുടെ പുറകെ വരുന്നതും അവിടെയായിട്ട് നമ്മുടെ യാങ്ങിനെ ചികിത്സിച്ച ഡോക്ടറില്ലേ, അയാൾ ഇവൻ്റെ അടുത്ത് ചോദിക്കും, നിങ്ങൾ യാങ്ങിൻ്റെ റിലേറ്റീവ് ആണോ എന്ന്. അതേസമയം തന്നെ നമ്മളുടെ മിയോങ്ങും ആ ഹോസ്പിറ്റലായിട്ട് വരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മർഡർ കേസിലുള്ള ആളില്ലേ, അയാളോടെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് അയാൾക്ക് പരിക്ക് പറ്റിയായിരുന്നു. അയാളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നതാണ്. അവിടെയായിട്ട് ഈ ആളിനാണെങ്കിൽ ബോധം വരും. അയാൾ ആംബുലൻസിൽ നിന്ന് ഇറങ്ങുന്നതും പെട്ടെന്ന് തന്നെ നമ്മളുടെ മിയോങ്ങിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കത്തിയായിട്ട് ഓടി വരും. അതേസമയം തന്നെ നമ്മളുടെ യാങ് അവനെ കാണത്തില്ലേ, അവൾ മിയോങ്ങിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ്റെ മുമ്പിലായിട്ട് കയറി അങ്ങ് നിൽക്കും. പെട്ടെന്ന് തന്നെ നമ്മളുടെ മിയോങ് അവൻ കൊണ്ടുവന്ന് ആ കത്തിയിൽ കയറി അങ്ങ് പിടിക്കും. അവിടെ നല്ലതുപോലെ ബ്ലഡൊക്കെ വീണിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മളുടെ മിയോങ് ആണെങ്കിൽ ഇവനെ അങ്ങ് ഹിപ്നോട്ടൈസ് ചെയ്യും. ഇവൻ വേഗം തന്നെ സ്വന്തമായിട്ട് കഴുത്ത് കട്ട് ചെയ്ത് അവിടെ അങ്ങ് മരിച്ചു പോകും. അവിടെ നമ്മളുടെ മിയോങ് ആണെങ്കിൽ യാങ്ങിൻ്റെ അടുത്ത് പറയും, ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞല്ലേ എന്നെ പ്രേമിക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല, അതൊരിക്കലും സംഭവിക്കത്തില്ല എന്ന്. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.